അന്ന് ബാബയുടെ സ്പീച്ചുണ്ട്. അപ്പോൾ ഈ സ്പീച്ച് കഴിഞ്ഞ് ഞാൻ കാലത്ത് പോയിക്കണത് അമ്മണിയുടെ പ്രസവത്തിന്. ആദ്യത്തെ പ്രസവത്തിന് 7 മണിക്കൊരു ട്രെയിനുണ്ട്. അതിന് മുമ്പ് 5 മണിക്ക് എണീറ്റ് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ പോകും. 10:30 അവിടെ നിന്ന് ഒരു ബാബ എന്നെ പറയും, ട്രെയിൻ വരാറായി, എല്ലാവരും പൊക്കോളും. അങ്ങനെ പോകാമെന്ന് വിചാരിച്ച് വന്നപ്പോൾ സ്പീച്ച് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നിന്ന് കഴിഞ്ഞാൽ ഒരു സ്ത്രീയുണ്ട്. ഞങ്ങൾ ബസ്സിൽ വന്ന് ഇറങ്ങി. അവർ പറഞ്ഞു ഓട്ടോയിൽ പോവാം, വഴിക്കാൻ നിങ്ങൾക്ക് ഒരു രൂപത്തിനും പോവാം, വഴിക്കാണ് എൻ്റെ വീട്. സന്ധ്യയായി, എനിക്ക് ഒരു വഴി എനിക്കറിയില്ല. അപ്പോൾ ഒരു ദിക്കിലെത്തിയപ്പോൾ എന്നോട് ഓട്ടോക്കാരൻ ചോദിച്ചു, അമ്മ ആ ഭാഗത്ത് കൂടെ പോകണോ ഈ ഭാഗത്ത് കൂടെ പോകണോ, ഏത് ഭാഗത്തൊക്കെയാണ് അമ്മയ്ക്ക് എനിക്ക് ഉഗ്ലിപുരത്തൊക്കെയാണ് പോകേണ്ടത്, എനിക്കറിയില്ലല്ലോ. അല്ല അമ്മയ്ക്കറിയില്ല. എനിക്ക് അസലായിട്ട് അറിയാം, എനിക്കൊന്നും അറിയില്ല. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. എനിക്ക് നല്ലോണം വഴി അറിയാം. എനിക്കറിഞ്ഞൂടെ തനിക്കറിഞ്ഞൂടെങ്കിൽ ഒരു കാര്യം ചെയ്യാം. പോലീസ് സ്റ്റേഷനിൽ നമുക്കൊന്ന് ഇറങ്ങിയിട്ട് ചോദിച്ചിട്ട് നല്ലോണം അവർ പറഞ്ഞു എന്നിട്ട് പോവാം. അല്ലാണ്ട് പോകണ്ട, പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ. അല്ലാതെ എനിക്കറിയാം, അല്ല പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകണം. ഞാനൊക്കെ എനിക്ക് പോകണമെന്നില്ല. എവിടെ പോലീസ് സ്റ്റേഷനിൽ എനിക്കറിയില്ല. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ചോദിച്ചിട്ട് പോകാം, അതാണ് നല്ലത്. വേണ്ടാമേ, ഞാൻ ശരിക്കും കൊണ്ട് ചേർക്കാം. അത് അപ്പോൾ താനല്ലേ ചോദിച്ചാൽ ഒഗ്ലിപുരം എവിടെയാണെന്ന്. എനിക്ക് ഒഗ്ലിപുരം എവിടെയാണെന്ന് അറിയാം, റെയിൽവേ സ്റ്റേഷൻ എവിടെയാണെന്ന് അറിയാം, പോലീസ് സ്റ്റേഷൻ. മൂന്നിലെ എവിടെ വേണമെങ്കിലും ഞാൻ തന്നെ വേണമെങ്കിൽ കൊണ്ടുപോകും. ഞാൻ പറഞ്ഞുതരാം. ഞാൻ എന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഇവിടെ മണി 8 ഇവരെ പേടിച്ചോണ്ടിരിക്കുക, ഞാനിവിടെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ അതിലധികം വരയ്ക്കാം. എനിക്ക് ഒരു വഴിയും മനസ്സിലാവണമില്ല, ഒന്നുമില്ല. ശരി, നിങ്ങൾ ഇറങ്ങിക്കോ. ഞാൻ പോകില്ല.